ഇതിനു മുമ്പേ ഈ കാലി പെയിന്റ് ബോട്ടിൽസ് വെച്ചിട്ട് കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ചെയ്ത് മുഴുവൻ ആക്രിലിക് പെയിന്റ് യൂസ് ചെയ്തിട്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ അതിൽ ഗ്ലാസ് പെയിന്റ് യൂസ് ചെയ്യണത്. ഇതിപ്പോൾ ചെയ്തപ്പോൾ ഞാൻ ആലോചിക്കണം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഞാൻ അത് മുമ്പ് ചെയ്തില്ല എന്നാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഗ്ലാസ് പെയിന്റ് അടിച്ച് ഇങ്ങനെ വെച്ചാൽ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. വേറെ ഒന്നും ചെയ്യണ്ട, അത്രയ്ക്ക് ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. ആക്രിലിക് പെയിന്റ് യൂസ് ചെയ്യുമ്പോൾ നേരം പോലെ കിട്ടൂല, 3-4 കോട്ട് അടിക്കും വേണം, ആകെ കഷ്ടപ്പെടാം. പക്ഷെ ഇത് ഭയങ്കര എളുപ്പമാണ്, ഇനിയും നല്ല ഭംഗിയുണ്ട്. പിന്നെ എന്തായാലും ബോട്ടിൽസൊക്കെ സെറ്റ് ചെയ്തല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബഡ്സും അതുപോലെ തന്നെ പിസ്ത ഷെൽസും കൂടി യൂസ് ചെയ്തിട്ട് കുറച്ച് പൂക്കളും ഉണ്ടാക്കി. ഞാൻ ടുലിപ്സ് ആണ് മനസ്സിൽ ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് വിചാരിച്ച പോലെയല്ല കേട്ടോ. ഇത് ഒട്ടിച്ച് കിട്ടാൻ വേണ്ടി നല്ല പാടുപെടണം, കുറേ നേരം പിടിച്ച് നിൽക്കണം. ഈ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര എളുപ്പമായിരിക്കുന്നു, പക്ഷെ അത്ര എളുപ്പമായിരുന്നില്ല. എനിക്ക് ചിലപ്പോൾ എളുപ്പമാവുമായിരിക്കും ബാക്കിയുള്ളവർക്ക്, എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ കുറച്ചധികം അതിൽ എങ്ങനെയാണോ പെട്ടെന്ന് ഒട്ടണത് അതുപോലെ ഞാനങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുക ചെയ്ത്. അതുകൊണ്ട് തന്നെ ടുലിപ്സ് എന്ന് വിളിക്കാൻ ഞാൻ മുതിരണില്ല. ഒരു പൂമുട്ട് അത്ര മതി, അത്ര അലങ്കാരം മതി. എന്തായാലും ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾ നോക്കി നോക്കി എന്തൊരു ഭംഗിയാണ്. ഞാൻ കുറേ പൂമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 3 സെറ്റ് ആക്കിയിട്ട് 3 ഡിഫറെൻറ്റ് കളേഴ്സാണ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ അറിയണവരാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ഉണ്ടാക്കൽ തീരും കേട്ടോ. പക്ഷെ എന്നെപ്പോലെ സമയം എടുക്കണവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 മണിക്കൂർ. പക്ഷെ എന്നാലും സാധനം അടിപൊളിയല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പറയുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു.